ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാസ് മാർക്ക് മാത്രമല്ല ഒരു 35 മാർക്സ് വരെ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ഉറപ്പാണ് സാറ്, ഉറപ്പായിട്ടാണ്. കാരണം എല്ലാ ഐറ്റം ആൾക്കാർക്ക് നമ്മൾ വീഡിയോ ചെയ്യേണ്ട വെറും പഠിപ്പികൾക്ക് മാത്രമാണ്. അല്ല, നമ്മളിടയിൽ കിടന്നിട്ടുള്ള നമ്മളെ സാധാരണ നമ്മളെന്താ പറയാ, നമ്മളൊരു പേരിട്ട് വിളിച്ചെന്നു ഉഴപ്പന്മാര്, അവർ പാസ്സാവില്ല, അവർക്കുള്ള വീഡിയോ ആണിത്. എടാ വീട്ടിലായിട്ട് നിങ്ങളുടെ എക്സാം കഴിഞ്ഞാലും പൊളിറ്റിക്സിൽ നിങ്ങൾ പാസ് എന്ന് പറയടാ, സെറ്റ്. നോക്കിയോക, ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ മക്കൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്? നിങ്ങൾ ഇത് മാത്രം പഠിച്ചു പോകണം. നിങ്ങൾ നമ്മളെ കുട്ടികളാണ്. ഒന്ന് വൺ വേർഡ്, ഇത് കുറച്ച് വൺ വേർഡ് ആണ്. ഇതിന്റെ ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ ആണ് വരുന്നത്. അതായത് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ആലോചിക്കുമ്പോൾ മക്കൾ എന്ത് പഠിച്ചാൽ മതി? സർദാർ വല്ലഭായ് പട്ടേലിനെ പഠിച്ചാൽ മതി. ഇനി അടുത്തത് നമ്മുടെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ രീതിയിൽ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ അത് മക്കൾ മണിപ്പൂർ എന്ന് പഠിച്ചു വെക്കണം. ഇത് രണ്ട് വൺ വേർഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എസ് ആണ്, ഇത് എസ് ആണ് കേട്ടോ മക്കൾ. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കായി ഈ ചാപ്റ്ററിന്? ഒരു 8-9 മാർക്കായിടാ. ഒന്ന് പാർട്ടീഷന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നാഷൻസ് ഓഫ് ബിൽഡിംഗ്, അല്ലെങ്കിൽ ബിൽഡിംഗ് നാഷൻസ്, രാഷ്ട്ര നിർമ്മാണത്തിലെ 3 വെല്ലുവിളികളുണ്ട്. ഈ 3 പഠിച്ചോ. ഇനി മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുള്ളൂ, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പികളെ കൂടില്ല. പഠിപ്പികളെ എങ്ങനെയെങ്കിൽ പഠിച്ചു പോയിക്കോളൂ അല്ലേ. നമ്മൾ ആ ഉടായ്പ മക്കളില്ലേ, എന്നെ പോലുള്ള ആൾക്കാർ, അവരെ കൂടെ ഇപ്പൊ തൽക്കാലം ഒന്ന് നിൽക്കട്ടെ, എങ്ങനെ പാസ്സാക്കി കൊടുക്കട്ടെ, നമ്മളെ പൊന്നാരല്ലേ മക്കൾ. ഈ 2 അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോൾട്ടാ. ഈ 2 അക്കൗണ്ട് ഫോളോ ചെയ്ത് വെക്കാനല്ല, വെറുതെ വെക്കാനാണ്. അല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാണ്. SP സഹദ്, എന്റെ പേരാണ് സഹദ്. പിന്നെയോ സൂപ്പർ മാഷ്, ഇത് നിങ്ങൾക്ക് എപ്പോ വരെ ഉപകാരം ഉണ്ടെന്ന് അറിയോ? സൂപ്പർ മാഷ് ആണ്, സൂപ്പർ മാഷ്. ഇത് എപ്പോ വരാന്ന് അറിയാം? പബ്ലിക് എക്സാം കഴിയുന്ന വരെ ഉപകാരം. അപ്പൊ അത് കഴിഞ്ഞ ഉപകാരമില്ലേ നിങ്ങൾക്ക്? നമ്മുടെ ബന്ധങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ഉപകാരമാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ എസ് പഠിച്ചു വെക്കണേ. പിന്നെ അതുപോലെ തന്നെ മക്കളെ 2 നാഷൻസ് ഓഫ് തിയറി, ദ്വിരാഷ്ട്ര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? ഈ പാർട്ടിയാണ് കേട്ടോ, ഈ ഒരു പാർട്ടി, മുസ്ലിം ലീഗ്. ഓക്കെ, അതെന്ത് ചെയ്യാ പഠിച്ചു വെക്കാം. ഇനി അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യൻ, കോൺഗ്രസ് ഡോമിനന്റ് സിസ്റ്റം. അതായത് ഫസ്റ്റത്തെ 3 ഇലക്ഷനിലും കോൺഗ്രസ് പാർട്ടി വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ത്? 3 ഇലക്ഷനിലും കോൺഗ്രസ് പാർട്ടി വിജയിച്ചു. അതിന്റെ കുറച്ച് കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മൾ പറഞ്ഞ ഡോക്ടർ വർഗീസ് കുര്യൻ കേട്ടോ. ഇനി അടുത്തത് ഒന്ന് ഫുഡ് ക്രൈസിസ്, ഭക്ഷ്യക്ഷാമം ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവത്തിന്റെ നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ എന്ത് ചെയ്യുക മക്കൾ പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻസ്, ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയും സെക്കൻഡ് 5 ഇയർ പ്ലാൻസ്, രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടും ചോദിക്കുക. പിന്നെ നെഹ്റു ഫോറിൻ പോളിസി, വിദേശ നയങ്ങളെ പറ്റിയിട്ട് എന്താണ് ചോദിക്കേണ്ടത് മക്കളെ? വിദേശ നയത്തിനെ പറ്റിയിട്ടും പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ വിദേശ നയങ്ങളുടെ ഫോറിൻ പോളിസി, വിദേശ നയങ്ങൾ. അത് പിന്നെ നോൺ അലൈൻമെന്റ് പോളിസി, നോൺ അലൈൻമെന്റ് പോളിസി അല്ലെങ്കിൽ നോൺ അലൈൻഡ് പോളിസി എന്ന് മനസ്സിലാക്കി വെക്കും കേട്ടോ. ഓക്കെ ആണ്, നോൺ അലൈൻഡ് പോളിസി എന്ന് പഠിച്ചാൽ മതി കേട്ടോ. നോൺ അലൈൻഡ് പോളിസി അല്ലെങ്കിൽ NAM എന്നൊക്കെ പറയട്ടോ, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, ചേരിചേരായ്മ. ഇനി അടുത്തത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക രാഷ്ട്രീയ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിരുന്നു. ഇത് ഇത്രേ ഉള്ളൂ, സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ് ഇൻ 1969, 1969 കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ആവാണ്. ഇതിന്റെ റീസൺസ് എന്താന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഇത് കണ്ടോ, ടോട്ടൽ റെവല്യൂഷൻ, സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ജയപ്രകാശ് നാരായണൻ. ഇതൊക്കെ വൺ വേർഡ് ആണ് മക്കളെ. മെല്ലെ വൺ വേർഡ് ഒക്കെ തന്നിട്ട് എങ്ങനെയെങ്കിലും കേറ്റിവിടട്രാ. യെസ്, ക്രിട്ടിക്കൽ അനലൈസ് ദി കോൺസിക്വൻസ് ഓഫ് നാഷണൽ എമർജൻസി, അടിയന്തരാവസ്ഥയുടെ വിമർശനാത്മകമായിട്ടുള്ള ഈ പറയുന്ന അനന്തര ഫലങ്ങളാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതൊരു എസ്സേ ആണ്. ഇതാണ് അടിയന്തരാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഈ ഒരു 4 എണ്ണം, ഈ 4 എണ്ണത്തിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എക്കണോമിക് കോണ്ടെക്സ്റ്റ് എന്താണ്, സാമ്പത്തിക സാഹചര്യം എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കള് നോക്കി വെക്കണം. പിന്നെ 7ാമത്തെ ചാപ്റ്ററിൽ ഈ ഒരു സംഭവമുണ്ട്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം, ആന്റി അറാക്ക് മൂവ്മെന്റ്, ഒരു വുമൺ മൂവ്മെന്റ് ആയിരുന്നു. അതിനെപ്പറ്റി പഠിച്ചു വെക്കുക. പിന്നെ നർമ്മദ ബച്ചാവോ ആന്തോളനെ പറ്റിയിട്ടും പഠിച്ചു കഴിഞ്ഞാൽ സെറ്റായി. ഈ ടോപ്പിക്കുകളൊക്കെ പഠിക്കാൻ ഓക്കെയാണോ? അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു 35 മാർക്കോളം സെറ്റാണ്, അല്ലെങ്കിൽ മിനിമം 30 മാർക്കോളം സെറ്റാണ്. ഓക്കെ അല്ലടാ? സെറ്റ്. അപ്പൊ മറ്റേ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. സെറ്റ്.